ഹലോ നമസ്കാരം. റോസൂസ് ടേസ്റ്റി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കേക്കാണ് ജാർ കേക്ക്. അപ്പോൾ കേക്ക് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ജാർ കേക്കിൽ ഇപ്പോൾ നല്ല സെയിൽ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ജാറിലൊന്നും ഞാൻ ആക്കിയിട്ടില്ല. ജാറിന് പകരം നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ല് ഗ്ലാസ്സിലേക്കാണ് ഈ ജാർ കേക്കിനെ ഞാൻ ഇങ്ങോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ജാറൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള കേക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരല്പം ഓയിൽ ഞാൻ തടയി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം വരുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയുടെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു നുള്ളുപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ 2 തവണ അരിച്ചെടുക്കുന്നുണ്ട്. 3 തവണയെങ്കിലും അരിച്ചാലും നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യമേ തന്നെ ചേർക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് ചേർത്തത് ഇതെല്ലാം ഈവനായിട്ട് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു തവണ കൂടെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കേക്കിന് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് 1/4 കപ്പ്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിയിൽ ഇപ്പം കുറച്ച് കൂടുതൽ നേരം അടിച്ചെടുക്കണം, എങ്കിലേ നല്ല സ്റ്റിഫായിട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ ബീറ്റർ ഉള്ളത് കൊണ്ടാണ് ഇതേപോലെ അടിച്ചെടുക്കുന്നത്. അപ്പം ഗ്രാജ്വലി നമുക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം, പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഇതേപോലെ അടിച്ചെടുക്കുക. അവസാനമായിട്ട് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി അത് ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത്. അല്പമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുത്തി മറിച്ചിളക്കരുത്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ബേസിക്കായിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണും കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിനൊരു കളർ ചേഞ്ച് വരുത്തുന്നുണ്ട്. കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു പിസ്ത കളറിൽ കേക്ക് വന്നോട്ടെ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുഡ് കളർ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള ഡ്രോപ്പ് പോലത്തെ ഫുഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇതിപ്പം 1 ടീസ്പൂൺ ചേർത്താലേ ഈ ഒരു കളർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഭയങ്കരമായിട്ട് കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് നിങ്ങൾ പുറത്തെടുത്ത് വയ്ക്കാൻ മറന്നു പോയെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ആറിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. തണുപ്പോട് കൂടി ചേർക്കരുത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഒടിഞ്ഞൊടിഞ്ഞ് വീഴുന്ന കണ്ടോ ബാറ്റർ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, റിബൺ പോലെ ഒടിഞ്ഞ് വീഴുന്ന കണ്ടോ.
ഇതേപോലെ വേണം നമ്മുടെ കേക്ക് ബാറ്റർ ഇരിക്കാനായിട്ട്. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വരത്തുള്ളൂ. പൊന്തിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ബാറ്റർ ഇതേപോലെ ഒടിഞ്ഞൊടിഞ്ഞ് വീഴണം. അപ്പോൾ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എയർ ബബിൾസ് ഒന്നും ഇടയ്ക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായിലാണ് ബേക്ക് ചെയ്യുന്നത്. അടികട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രമാണെങ്കിലും മതി, അത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയൊരു പാത്രം കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ്സ് വരെ, 30 to 40 മിനിറ്റ്സ്, ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ചിട്ടും പാത്രത്തിൻ്റെ ഇതനുസരിച്ചും ടൈം വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു 35 മിനിറ്റ്സിൽ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്ക്വയറോ ടൂത്ത് പിക്കോ കൊണ്ടിട്ട് ഒന്ന് കുത്തി നോക്കുക. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുക. ഇതേപോലെ ഒട്ടിയൊന്നും പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്കിത് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാടൊന്നും അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. സാധാരണ നമ്മുടെ കേക്കിൻ്റെ അതേ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം 3 ലെയറായിട്ട്. ഞാൻ സാധാരണ കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. ഫസ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു ലെയർ കൂടെ മുറിച്ചെടുക്കാം. മൊത്തം നമ്മൾ 3 ലെയറായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനിയാണ് അടുത്തത് നമ്മുടെ ഗ്ലാസ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഗ്ലാസ് നമ്മൾ എടുക്കുക. അതിനുശേഷം ആ ഗ്ലാസിൻ്റെ ആ ഒരു അളവിൽ തന്നെ ഇതേപോലെ കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ കിട്ടും. നമ്മൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് ആ ഗ്ലാസ് കൊണ്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത്. ഇപ്പം ജാർ കേക്ക് ആണെന്നുണ്ടെങ്കിൽ ജാറിൻ്റെ മൂടിയില്ലേ, ആ മൂടി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേക്ക്. അതേപോലെ നമുക്ക് അടുത്ത ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്തതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ 2 ആക്കിയിട്ടുണ്ട്. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കനം കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനതുപോലെ പാത്രവും അതേപോലെ തന്നെ ബീറ്ററിൻ്റെ ഇതും ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായി വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരാം. ഈ സമയത്ത് പൊടിച്ച പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ സമയത്ത് നിങ്ങൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നുപോയി ഈ സമയത്ത് വാനില എസൻസ് ചേർക്കാൻ. ഞാൻ അവസാനമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട പാലാണ്. പാൽ ഞാൻ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ ഗ്ലാസ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലെയർ കേക്ക് ഞാൻ താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഷുഗർ സിറപ്പിന് പകരമാണ് നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഈ പാലിൻ്റെ മിക്സിലേക്ക്. അതൊക്കെ ഓപ്ഷണലാണ്. എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല, വിപ്പിംഗ് ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇതിലേക്ക് ക്രീം നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഇതേപോലെ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സാധാരണ പോലെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് വെറ്റാക്കാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് ഇതേപോലെ
എന്തെങ്കിലും ഡിസൈനിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള എന്തെങ്കിലും ഒരു നോർമൽ ഡിസൈൻ, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഞാൻ ചെയ്തത്. ഞാൻ വലിയ ബേക്കറൊന്നും അല്ല കേട്ടോ, അപ്പോൾ ഇതേപോലെ സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെയ്തത്. നമ്മൾ അടുത്ത ഗ്ലാസ് കേക്ക് ഉണ്ടാക്കുകയാണ്. ഇതേപോലെ ഞാൻ 3 ഗ്ലാസ്സിലാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഇതിൽ 3 ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ്, അപ്പോൾ അതുകൊണ്ട് 3 ലെയറിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഷുഗർ സ്റ്റാൻഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചെറി വെക്കാം, അല്ലെങ്കിൽ പിസ്ത നട്ട്സ് ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ജാറൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, വീട്ടിലുള്ള സാധാരണ ചില്ല് ഗ്ലാസ്സിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.